നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീദേവി. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക് മുട്ടുവേദന എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ പോലും ഇന്നത്തെ കാലത്ത് മുട്ടുവേദന ഉണ്ടെന്ന് പറയാറുള്ളത്? ഒന്നാമത്തെ കാര്യം, മുട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, അതായത് എന്തെങ്കിലും ഒരു വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഈ പറഞ്ഞ പോലെ കാൽഷ്യം ത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഈവൻ നമ്മുടെ കാലിനൊരു ഉളുക്കോ ചതവോ ഒക്കെ ഉണ്ടായാലും ഒക്കെ ഈ മുട്ടുകൾക്ക് അതിൻ്റെ ഒരു ആഘാതം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കൂടുമ്പോഴും ഒക്കെ അത് മുട്ടുകളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നത് മുട്ടുകളെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോയിൻറ്റിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷവും അതുപോലെ ഒരു മധ്യവയസ്സിനോട് അടുപ്പിച്ചും ഒക്കെ ഈ മുട്ടുവേദന കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം അനിയന്ത്രിതമായിട്ട് വെയിറ്റ് കൂടുമ്പോൾ അത് കുറയ്ക്കാതെ വന്നു കഴിയുമ്പോൾ മുട്ടുകൾക്ക് പ്രഷർ കൂടുകയും അങ്ങനെ അതൊരു മുട്ടുവേദനയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ഉള്ളിൽ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടാകാനും ഒക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചികിത്സാ രീതികളിൽ മുട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ധികൾക്ക്, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രക്ചേഴ്സ്, ലിഗമെൻറ്റ്സ്, അതുപോലെ മസിൽസ്, എല്ലാത്തിനും ഒരു ആയാസം കിട്ടുന്ന രീതിയിൽ, എല്ലാത്തിനും ഒരു റിലീഫ് കിട്ടുന്ന രീതിയിൽ, ആ ഒരു അവയിൽ കൂടുതലായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സ് കുറയ്ക്കുന്ന രീതിയിൽ, ഈവൻ നമ്മുടെ വെയിറ്റ് പോലും ചിലപ്പോൾ കുറയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു മുട്ടുകൾക്കുണ്ടാകുന്ന അധികമായിട്ടുള്ള ഒരു പ്രഷർ കുറയുന്നു. അപ്പോൾ ആയുർവേദത്തിൽ പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇപ്പോൾ ഉദ്വർത്തനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടുകൾക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ജാനുവസ്തി, അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള ലേപനങ്ങൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടെത്തി ഒരു ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ എന്നിവയും അതിനോടൊപ്പം തന്നെ സൂട്ടബിളായിട്ടുള്ള ആയുർവേദിക് മെഡിസിൻസും ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു റിലീഫ് മുട്ടുവേദനയുടെ കേസുകളിൽ ആയുർവേദത്തിൽ ലഭ്യമാണ്.